മെക്സവൻ എന്ന വ്യായാമ കൂട്ടായ്മക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഗൂഢസംഘം. മതഭീകരന്മാർക്ക് അവരുടെ അജണ്ടകൾ ഒളിച്ചു കടത്താനുള്ള പുതിയ പദ്ധതിയാണിത്. സുന്നി വിശ്വാസികളെ വഴിതെറ്റിക്കാനുള്ള പുത്തനാശയക്കാരാണ് മെക്സവന് പിന്നിൽ. മലബാറിലും ഗൾഫ് നാടുകളിലും അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മെക്സവൻ എന്ന വ്യായാമ കൂട്ടായ്മയെക്കുറിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെ ചില സാമ്പിളുകളാണ് ഇത്. പ്രചരണം പ്രമുഖ മാധ്യമങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുകയും അന്തിച്ചർച്ചകൾ കൊഴുക്കുകയും ചെയ്തതോടെ അന്വേഷണത്തിന് NIA എത്തുമെന്ന റിപ്പോർട്ടുകളും വന്നു. ഭൂരിഭാഗം 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഉള്ള ഒരു പ്രഭാത വ്യായാമ കൂട്ടായ്മ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഭീകരജീവിയായത് എങ്ങനെ? കേവലം രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും സംഘടനാ താൽപര്യങ്ങൾക്കും അപ്പുറം മെക്സവനെ തകർക്കാൻ മറയ്ക്ക് പിന്നിൽ കളിക്കുന്ന ശക്തികളുണ്ടോ? ജനങ്ങളെ ആരോഗ്യമുള്ളവരാക്കാൻ മെക്സവൻ രാജ്യമാകെ ഉണ്ടാകണമെന്നും മരുന്നിനെ അകറ്റി നിർത്താൻ മെക്സവൻ സഹായിക്കുമെന്നുമാണ് പാലക്കാട് MP VK ശ്രീകണ്ഠൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ വാക്കുകൾ വിവാദങ്ങൾക്ക് പിന്നിൽ ആരെന്നതിനെക്കുറിച്ച് ചില സൂചനകൾ നൽകുന്നുണ്ട്. മലബാറിൽ അതിവേഗം തഴച്ചു വളരുന്ന ഒരു വ്യവസായമാണ് ആതുര സേവനം എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന കഴുത്തറപ്പൻ ആശുപത്രികൾ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ അടുത്ത കാലങ്ങളിൽ പുതുതായി ഉയർന്നുവന്ന ആശുപത്രികളും അവയുടെ വളർച്ചയും ഞെട്ടിപ്പിക്കുന്നതാണ്. ജനങ്ങളുടെ തെറ്റായ ജീവിതശൈലിയും അതുവഴിയുണ്ടാകുന്ന നിരവധി രോഗങ്ങളുമാണ് ഈ ആശുപത്രികളെ നിലനിർത്തുന്നത്. വൻകിട ആശുപത്രികൾക്ക് പ്രധാന വെല്ലുവിളിയാണ് മെക്സവൻ പോലുള്ള വ്യായാമ കൂട്ടായ്മകൾ. സാധാരണ ജിമ്മിലും മറ്റും പോകുന്നതും ഫുട്ബോൾ, ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള കളികളിൽ ഏർപ്പെടുന്നതും ചെറുപ്പക്കാർ മാത്രമാണ്. എളുപ്പത്തിൽ രോഗം കീഴടക്കാൻ സാധ്യതയുള്ള 50 വയസ്സിന് മുകളിലുള്ളവർ വീടുകളിൽ ഒതുങ്ങിക്കൂടുന്നു. അത്തരക്കാരെ പ്രഭാതത്തിൽ കളിമൈതാനങ്ങളിൽ എത്തിക്കുന്നു എന്നതാണ് മെക്സവന്റെ പ്രത്യേകത. മെക്സവനിൽ വന്ന് 1-2 മാസം തികയുന്നതോടുകൂടി ജീവിതശൈലി രോഗങ്ങളോട് വിട പറഞ്ഞവർ നിരവധിയാണ്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വേദനകൾ തുടങ്ങിയവയിൽ നിന്ന് മോചനം നേടിയ ഇവർ മരുന്നുകളോടും ആശുപത്രികളോടും പതുക്കെ വിട പറയുന്നു. ഇത് ആശുപത്രികൾക്കും മരുന്ന് കമ്പനികൾക്കും സൃഷ്ടിക്കുന്ന ആഘാതം ചെറുതല്ല. മെക്സവനെതിരായ വിവാദങ്ങൾ കത്തിച്ചു നിർത്തുന്നതിന് പിന്നിൽ ഇത്തരം മരുന്ന് ആശുപത്രി ലോബിയാണോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. CPM നേതാവ് P മോഹനനും കാന്തപുരം സുന്നി വിഭാഗത്തിലെ ചില നേതാക്കളും ഉയർത്തിവിട്ട വിവാദം ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ സംഘപരിവാരം മുതലെടുത്തു തുടങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും കോർപ്പറേറ്റുകളുടെ കളിപ്പാവകളായി മാറുന്നത് ആദ്യത്തെ സംഭവമല്ല. മെക്സവനും അതിന്റെ ഇരയാണോ എന്നതാണ് സംശയിക്കുന്നത്. അതേസമയം വിവാദങ്ങളിൽ കുലുങ്ങാതെ മെക്സവൻ മുന്നോട്ടു പോവുകയാണ്. വിവാദം കൊഴുത്തതോടെ വ്യായാമത്തിന് വരുന്ന ആളുകളുടെ എണ്ണം കൂടിയെന്നും പുതിയ സെന്ററുകൾ തുടങ്ങുന്നതിനുള്ള അന്വേഷണങ്ങൾ വർദ്ധിച്ചുവെന്നുമാണ് സംഘാടകർ പറയുന്നത്.